ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ ആകെ വല്ലാതെയായി. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് രാജേശ്വരിയുടെ അടുത്തെത്തി. രാജേശ്വരിയുടെ മുന്നിൽ വിശാലുമായി വന്ന് വിശാലിൻ്റെ മൊബൈലിലെ വീഡിയോ രാജേശ്വരിയെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൽ നിവിനും കാവേരിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് കണ്ട് ദേഷ്യം വന്ന രാജേശ്വരിയോട് ജയപാലൻ പറയുന്നത്, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ ആ വീട്ടുകാരുമായിട്ടുള്ള സമ്പർക്കത്തിന് നിവിനെ വിലക്കണമെന്ന്. എന്നിട്ടിപ്പോൾ എന്തോ ആയി? രാഗിണിയുടെ കാര്യത്തിനായി പല തവണ ഞാൻ കയറിയിറങ്ങിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. അവസാനം എല്ലാം വെള്ളത്തിൽ വരച്ച വരയായോ? ഇതൊക്കെ കേട്ട് ചൂട് പിടിച്ച രാജേശ്വരി വണ്ടിയെടുത്ത് നേരെ അരവിന്ദൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴവിടെ ഗംഗയും വിനീതും ശാരദയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തേക്ക് കയറിയ രാജേശ്വരി ഉച്ചത്തിൽ ശാരദയോട്, നിന്റെ മോളിനി എൻ്റെ മകനെ കാണാനോ സംസാരിക്കാനോ വരാൻ പാടില്ല. നീ ഇപ്പോൾ കാട്ടിയ വേദനയും സങ്കടവും ഒക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ വാക്ക് നീ പാലിക്കണം, ഇല്ലെങ്കിൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ആ വീഡിയോ ശാരദയെ കാണിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അമ്മേ, ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവൻ കാവേരിയെ കൂട്ടിക്കൊണ്ടുവന്നാൽ നിലവിളക്ക് കൊടുത്താവില്ല, ചുടുവെള്ളം മുഖത്തൊഴിച്ചിട്ടായിരിക്കും ഞാൻ അവളെ സ്വീകരിക്കുക, ഓർത്തോ എന്ന് പറഞ്ഞ് കൊടുങ്കാറ്റ് പോലെ രാജേശ്വരി പോകുന്നു. പിന്നീട് കാറിൽ ഒരുമിച്ച് നിവിനും കാവേരിയും യാത്ര ചെയ്യുന്നതാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.